പ്രിയമുള്ളവരെ, വചനജ്വാല 1031 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ജൂൺ 27 വ്യാഴാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. നമ്മൾ ഇന്ന് ഈശോയുടെ തിരുഹൃദയ വണക്കമാസം 27 ദിവസത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ സുദിനത്തിൽ നമ്മൾ എസ്തേറിന്റെ പുസ്തകം 12 അധ്യായം 1 മുതലുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. രാജാവിനെതിരെ ഗൂഢാലോചന. കൊട്ടാരത്തിന്റെ അങ്കണത്തിൽ കാവൽ നിന്നിരുന്ന ഗബാദ, താറ എന്ന ഷണ്ടന്മാരോടൊപ്പം മർദക്കായ് അങ്കണത്തിൽ വിശ്രമിക്കുകയായിരുന്നു. അവൻ അവരുടെ സംഭാഷണം കേൾക്കാനിടയായി അവരുടെ ഉദ്ദേശം ആരാഞ്ഞറിഞ്ഞു. അവർ അഹസ്വേരോസ് രാജാവിനെ വധിക്കാൻ ഒരുങ്ങുകയാണെന്ന് മനസ്സിലാക്കി അവരെപ്പറ്റി അവൻ രാജാവിനെ അറിയിച്ചു. രാജാവ് ആ 2 ഷണ്ടന്മാരെ വിചാരണ ചെയ്തു. കുറ്റം സമ്മതിച്ച് അവരെ വധശിക്ഷയ്ക്ക് ഏൽപ്പിച്ചു. രാജാവ് ഈ സംഭവങ്ങളുടെ ഒരു രേഖ ഉണ്ടാക്കി സൂക്ഷിച്ചു. മർദക്കായ് അവയുടെ വിവരണവും തയ്യാറാക്കി. രാജാവ് മർദക്കായോട് കൊട്ടാരത്തിൽ സേവനം ചെയ്യാൻ കൽപ്പിക്കുകയും ഇക്കാര്യങ്ങൾക്ക് അവന് സമ്മാനം കൊടുക്കുകയും ചെയ്തു. എന്നാൽ ബഗുയേയനായ ഹമ്മോദായുടെ മകൻ ഹാമാനോട് രാജാവിനോട് വലിയ മതിപ്പായിരുന്നു. അവനാകട്ടെ ആ 2 ഷണ്ടന്മാരെ പ്രതി മർദക്കായെയും അവന്റെ ആളുകളെയും ഉപദ്രവിക്കാൻ തർക്കം പാർത്തിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 12 കഴിഞ്ഞാൽ ഇനി 1 അധ്യായമാണ്. 1 അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിലെ വായന തുടരുന്നു. ഇന്ന് 1 മുതൽ 9 വരെ വാക്യങ്ങളാണ് വായിക്കുക. അഹസ്വേരോസിന്റെ വിരുന്ന്. ഇന്ത്യ മുതൽ എത്യോപ്യ വരെയുള്ള 127 പ്രവശ്യകൾ ഭരിച്ചിരുന്ന അഹേസൂര് രാജാവ് തലസ്ഥാനമായ സൂസായിലെ സിംഹാസനത്തിൽ വാഴുമ്പോൾ തന്റെ 3-ാം ഭരണവർഷം തന്റെ സകല പ്രഭുക്കന്മാർക്കും സേവകന്മാർക്കും പേർഷ്യയിലെയും മേദിയായിലെയും സേനാധിപന്മാർക്കും പ്രവശ്യകളിലെ പ്രഭുക്കന്മാർക്കും നാടുവാഴികൾക്കും ഒരു വിരുന്നു നൽകി. 180 ദിവസം അവൻ തന്റെ രാജകീയ മഹത്വത്തിന്റെ സമൃദ്ധിയും തന്റെ പ്രതാപൈശ്വര്യങ്ങളുടെ ആഡംബര പൂർണതയും അവരുടെ മുൻപിൽ പ്രദർശിപ്പിച്ചു. അത് കഴിഞ്ഞ് തലസ്ഥാനമായ സൂസായിൽ ഉണ്ടായിരുന്ന വലിയവരും ചെറിയവരുമായ സകലർക്കും കൊട്ടാരത്തിലെ ഉദ്യാനാങ്കണത്തിൽ വെച്ച് 7 ദിവസം നീണ്ടുനിന്ന ഒരു വിരുന്ന് നൽകി. അവിടെ മാർബിൾ സ്തംഭങ്ങളിലുള്ള വെള്ളി വളയങ്ങളിൽ ചെമന്ന നേർത്ത ചണനൂലുകൾ കോർത്ത് പരുത്തി തുണി കൊണ്ടുള്ള വെളുപ്പും നീലയുമായ യവനികകൾ തൂക്കിയിട്ടിരുന്നു. അമൃതശില, വെണ്ണക്കല്ല്, മുത്തുച്ചിപ്പി, രത്നക്കല്ലുകൾ ഇവ പടുത്ത് വർണ്ണശബളമാക്കിയ തളത്തിൽ പൊന്നുകൊണ്ടും വെള്ളികൊണ്ടും നിർമ്മിച്ച തൽപ്പങ്ങളും ഉണ്ടായിരുന്നു. വിവിധതരം പൊൻചഷകങ്ങളിലാണ് പാനീയങ്ങൾ പകർന്നിരുന്നത്. രാജകീയ വിരുന്നും വീഞ്ഞും രാജാവിന്റെ ഔദാര്യമനുസരിച്ച് നിർലോഭം വിളമ്പി. കുടിക്കുന്നത് നിയമാനുസൃതമായിരുന്നു. എന്നാൽ കുടിക്കാൻ ആരെയും നിർബന്ധിച്ചില്ല. ഓരോരുത്തരുടെയും ഇഷ്ടം നോക്കണമെന്ന് സേവകന്മാർക്ക് രാജാവ് കൽപ്പന കൊടുത്തിരുന്നു. അഹേസൂര് രാജാവിന്റെ കൊട്ടാരത്തിലെ സ്ത്രീകൾക്ക് വാഷാദി രാജ്ഞിയും ഒരു വിരുന്ന് നൽകി. ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് മെത്രാനും വേദപാരംഗതനും സഭാപിതാവുമായ അലക്സാണ്ട്രിയയിലെ വിശുദ്ധ
സിറിലിനെ അനുസ്മരിക്കുന്ന പൊൻസ്ഥിതോനമാണ് ഇന്ന്. എഫേസൂസ് സൂനഹദോസിൽ പേപ്പൽ പ്രതിനിധിയായി അധ്യക്ഷത വഹിച്ച് നെസ്റ്റോറിയൻ സിദ്ധാന്തങ്ങൾക്കെതിരെ കന്യകാമറിയത്തിന്റെ ദൈവമാതൃത്വ സ്ഥാനം വിശ്വാസ സത്യമായി പ്രഖ്യാപിക്കുവാൻ വഴിതെളിച്ച വേദപാരംഗതനാണ് വിശുദ്ധ സിറിൽ. പൗരസ്ത്യ സഭയുടെ അലങ്കാരമെന്നാണ് സിറിൽ അറിയപ്പെടുക. പൗരോഹിത്യത്തിന് മുൻപ് കുറെ കാലം മരുഭൂമിയിൽ ഏകാന്തവാസം, 36-ാം വയസ്സിൽ മെത്രാപ്പോലീത്തയായി ധാരാളം എഴുതുകയും പ്രസംഗിക്കുകയും ചെയ്ത സിറിൽ മരിയൻ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടാണ് ഈ ലോകത്തോട് യാത്ര പറഞ്ഞത്. മെത്രാനും വേദപാരംഗതനും സഭാപിതാവുമായ വിശുദ്ധ സിറിലിന്റെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് ഇന്നത്തെ ഒരു നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം.